കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തമിഴ്നാട്ടിലെ കരുത്താണ് മധുര. CPIM-ന് ഏറ്റവും വേരോട്ടമുള്ള പാർട്ടിയുടെ തമിഴകത്തെ ചുവന്ന മണ്ണ്. 3-ാം വട്ടമാണ് മധുര പാർട്ടി കോൺഗ്രസിന് ആതിഥ്യമരുളുന്നത്. പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അത്തരമൊരു അപൂർവത മധുരയുടെ രാഷ്ട്രീയത്തിലുമുണ്ട്. തമിഴകത്തിൻ്റെ കരുത്തായ ദ്രാവിഡ പാർട്ടികളെക്കാൾ മറ്റൊരു രാഷ്ട്രീയത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണാണ് മധുര. അത് കമ്മ്യൂണിസമാണ്. വിപ്ലവ വീര്യം തമിഴകത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നതാണ്. ദ്രാവിഡ രാഷ്ട്രീയം നൂറ്റാണ്ടുകളായി അതിന്റെ പതാകവാഹകരാണ്. എന്നാൽ അത് മാത്രമല്ല തമിഴകമെന്ന് തെളിയിക്കും മധുര. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി രക്തസാക്ഷിത്വം വഹിച്ച സഖാക്കളുടെ സ്മരണകൾ ജ്വലിച്ചുയരും മധുരയിൽ. ജാതിവരിക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച സോമസുന്ദരവും സെമ്പുലിംഗവും വില്ലുപുരത്തു നിന്ന് മധുര കോർപ്പറേഷനിലേക്ക് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ലീലാവതി, തൂക്കിലേറ്റപ്പെട്ട തൂക്കുമേടൈ ബാലു, ഒളിവിലായിരുന്ന സഖാക്കൾക്ക് സഹായം എത്തിച്ചതിന് പോലീസ് വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയ വീരായി, IV സുബ്ബയ്യ, രാമസ്വാമി, അങ്ങനെ മധുരയിൽ CPIM-ന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സഖാക്കളേറെ. ആ ചോരയിൽ നിന്ന് ചുവന്നതാണ് മധുരയെന്ന് ചുരുക്കം. മധുര എല്ലാം കൊണ്ടും CPIM-ന് പ്രിയപ്പെട്ടതാണ്. നിലവിൽ ലോക്സഭാ MP-യുള്ള മണ്ഡലം, സ്വാതന്ത്ര്യാനന്തരം പാർലമെന്റിലേക്ക് 6 വട്ടം കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികളെ അയച്ച മണ്ഡലം, ഡെപ്യൂട്ടി മേയറുള്ള കോർപ്പറേഷൻ, കൊൽക്കത്ത കഴിഞ്ഞാൽ 3 വട്ടം പാർട്ടി കോൺഗ്രസിന് വേദിയാകുകയാണ് ഇന്ന് മധുര.